ലാളിത്യത്തെ വരിച്ച ഋഷി അരമന നിശബ്ദമായി തേങ്ങുന്നു. മൊറാൻമോർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപ്പോലീത്ത സഭാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതും സാഹിത്യത്തിലെ അനശ്വരമായ കൃതികളുടെ രചന നിർവഹിക്കുകയും ചെയ്ത ഓടിട്ട ചെറിയ കെട്ടിടമാണ് ഉടയോന്റെ വേർപാടിൽ നിശ്ചലമായത്. കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള സഭയുടെ പരമാധ്യക്ഷനാണ് ബഹുനില സൗധങ്ങൾ വെടിഞ്ഞ് ഒരു മുറിയും പ്രാർത്ഥനാ ഹാളും അടുക്കളയും ശൗചാലയമുള്ള ചെറിയ വീട് അരമനയാക്കി അവിടെ താമസം ആരംഭിച്ചത്. പുൽക്കൂട്ടിൽ പിറന്ന ക്രിസ്തുവിൻ്റെ ലാളിത്യത്തെ സ്വയം വരിച്ച ഈ തിരുമേനി പൗരോഹിത്യ സമൂഹത്തിനാകെ മാതൃകയാണ്. വിശ്വാസികളുടെ സംഭാവനകൾ കൊണ്ട് മണിമേടകൾ പണിത് അതിൽ അഭിരമിക്കുന്നവർക്ക് ഈ പുരോഹിതൻ വേറിട്ട വ്യക്തിത്വമാണ്. 190 ഏക്കർ വിസ്തീർണമുള്ള തിരുവല്ല ബിലീവേഴ്സ് ക്യാമ്പസിലൂടെ എന്നും സൈക്കിളിൽ മാത്രമാണ് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. സ്വന്തം അരമനയിലെ പഴക്കം ചെന്ന ചാരുകസേര എഴുതാനും വിശ്രമിക്കാനും അതിഥികളെ സ്വീകരിക്കാനുമുള്ള സിംഹാസനമായി ഉപയോഗിക്കുന്ന മറ്റൊരു തിരുമേനിയെ നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയില്ല. സമൂഹം കള്ളക്കഥകൾ മെനയുമ്പോഴും കല്ലെറിയുമ്പോഴും നസ്രയനായ യേശു അനുഭവിച്ചതിൻ്റെ ഒരരികുപോലും വേദനയും കല്ലേറും തനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു ജനപക്ഷ പിതാവാണ് ചരിത്രമായി മാറിയത്. ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്.